പ്രൈസ് ദ ലോർഡ്. നാഷണൽ അപ്പോസ്തോലിക് മീഡിയയുടെ വചനധ്യാനത്തിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് 8-ാം സങ്കീർത്തനമാണ് എടുത്തിരിക്കുന്നത്. ഈ സങ്കീർത്തനത്തിനെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചും മനുഷ്യനെ അവൻ തിരഞ്ഞെടുത്ത് എല്ലാ അധികാരവും സൃഷ്ടിക്ക് ശേഷം ഭൂമിയിലെ സകല അധികാരവും മനുഷ്യന് കൊടുത്തതായിട്ടുമൊക്കെ ഇതിനകത്ത് നാം കാണുന്നുണ്ട്. എന്നാൽ പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും വളരെ മനോഹരമായി സമന്വയിപ്പിക്കുന്ന ഒരു സങ്കീർത്തനം കൂടെയാണിത്. കാരണം മശിഹ നമുക്ക് വേണ്ടി എന്താണ് ചെയ്തത്, മനുഷ്യൻ്റെ ഭോഷത്വത്തെ എങ്ങനെ കർത്താവിൻ്റെ ജ്ഞാനത്താൽ കറക്റ്റ് ചെയ്തു, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഭോഷത്വത്തിന്മേൽ കർത്താവ് എങ്ങനെ ജയം കൊണ്ടാടി എന്നുള്ള ഒരു സങ്കീർത്തനം കൂടെയാണിത്. കാരണം ഭൂമിയെ സൃഷ്ടിച്ചതിന് ശേഷം അതിലുള്ള സകലത്തെയും മനുഷ്യൻ്റെ കാൽ കീഴെ ആക്കി കൊടുത്തു, ഇതിന്മേൽ വാഴുവീനെന്ന് പറഞ്ഞു. എന്നാൽ മനുഷ്യൻ്റെ ഭോഷത്വ നിമിത്തം അത് കയ്യിൽ നിന്ന് പോയി, അത് സാത്താനെ ഏൽപ്പിച്ചു. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് കർത്താവ് ദൂതന്മാരെക്കാൾ അല്പം താഴ്ചയുള്ളവനായി മനുഷ്യനായി ഭൂമിയിൽ വന്ന് കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും താൻ തിരിച്ചു പിടിക്കുകയാണ്. തിരിച്ചു പിടിക്കുന്നത് ഒരു സങ്കീർത്തനത്തിൻ്റെ ആ പ്രവചനം ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഇത് വളരെ അർത്ഥസമ്പൂർണമായ ഒരു സങ്കീർത്തനമാണ്, പ്രാവചനികമാണ്. പുതിയ നിയമത്തെയും പഴയ നിയമത്തെയും കൂട്ടി യോജിപ്പിച്ച് വിശ്വാസിയെ മുന്നോട്ട് നയിക്കുന്ന ഒരു സങ്കീർത്തനമാണിതെന്ന് നാം മനസ്സിലാക്കുന്നത്. ഇവിടെ എന്താണ് പറയുന്നത്? ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് നീ ബലം നിയമിച്ചിരിക്കുന്നു. ഈ പ്രവചനത്തിന് ഒരു നിവർത്തിയുണ്ടായി. അതായത് കർത്താവിൻ്റെ യെരൂശലേമിലെ രാജാവായിട്ടുള്ള പ്രവേശനം. അതെപ്പോഴാണ്? കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിന് തൊട്ട് മുൻപ് കർത്താവ് രാജാവായിട്ട് നഗരത്തിൽ, അതായത് യെരൂശലേമിൽ പ്രവേശിക്കുകയാണ്. അപ്പോൾ ശിശുക്കളും ബാലന്മാരും ആർത്ത് ഘോഷിക്കുകയാണ്, ഹോശന്ന ഹോശന്ന, കർത്താവെ ഇപ്പോൾ രക്ഷിക്കണമേ, ഇപ്പോൾ രക്ഷിക്കണമേ എന്ന്. ഇത് കേട്ടപ്പോൾ അവിടെയുള്ള അധികാര മത നേതാക്കൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ ആ കുഞ്ഞുങ്ങളെ ശാസിക്കുകയാണ്, നിങ്ങൾ അടങ്ങിയിരിക്കുക, മിണ്ടാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ കർത്താവ് ഈ പ്രവചനം, ഈ സങ്കീർത്തനത്തിലെ പ്രവചനം അവരോട് പറയുകയാണ്, ഇങ്ങനെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ എന്ന്. അതുപോലെ തന്നെ കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോഴും സമൂഹത്തിലെ വലിയ ജ്ഞാനികളെ ഒന്നുമല്ല കർത്താവ് തിരഞ്ഞെടുത്തത്. ആരെയാണ്? മുക്കുവന്മാരെയും ചുങ്കക്കാരെയും പാപികളെയും ഒക്കെയാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരായി തിരഞ്ഞെടുത്തത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കഴിവുകളൊന്നുമല്ല കർത്താവിന് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ളത്, നമ്മെയാണ് കർത്താവിന് ആവശ്യമായിട്ടുള്ളത്. അവൻ്റെ മുൻപാകെ വന്ന് അവനോടനുസരണത്തോടെ ഇരിക്കുകയാണെങ്കിൽ കർത്താവിന് നമ്മെ ഉപയോഗിക്കുവാൻ കഴിയും. ഇതാണ് ഇതിൽ നിന്നും, അതായത് ഈ പ്രത്യേകമായിട്ടുള്ള ആ വാക്യത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ എന്തായിരുന്നു? തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പാപം ചെയ്തപ്പോൾ ആ തേജസ്സും ബഹുമാനവും അവനെ വിട്ടുപോയി. എന്നാൽ ഈ തേജസ്സും ബഹുമാനവും വീണ്ടും കർത്താവ് മനുഷ്യനായി വന്നപ്പോൾ ഒരു സാധാരണ വീട്ടിലെ ഒരു ശിശുവായിട്ടാണ് ജനിക്കുന്നതെങ്കിലും തേജസ്സും ബഹുമാനവും അണിഞ്ഞവനായിട്ട് അവൻ വിജയലാളിതനായി തീരുകയാണ് ഉയർത്തെഴുന്നേൽപ്പോടുകൂടെ. അപ്പോൾ ആ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചും ഈ സങ്കീർത്തനം പറയുന്നുണ്ട്. അതായത് എല്ലാ അവകാശവും അധികാരവും തൻ്റെ കാൽ കീഴെ വരത്തക്കവണ്ണം കർത്താവ് തന്നെ കാൽവറിയിൽ യാഗമായി സമർപ്പിച്ചു എന്നുള്ളതാണ്.
അപ്പോൾ എഫേസ്യ ലേഖനം 1:22 ഇത് തന്നെ പറയുന്നുണ്ട്. സർവവും അവൻ്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി. എന്നാൽ അടുത്ത വാക്യം വീണ്ടും പറയുന്നുണ്ട്, പൂർണ്ണമായിട്ടുള്ള സമർപ്പണമോ കീഴടക്കമോ ഇതുവരെ വന്നിട്ടില്ല. അതിനൊരു സമയം കർത്താവ് വെച്ചിരിക്കുന്നു. അത് നമ്മുടെ എല്ലാം തേജസ്കരണത്തിനോട് കൂടെയാണ്. അത് സാധിച്ചെടുക്കാനായിട്ട് കർത്താവ് പദ്ധതിയിട്ടിരിക്കുന്നത്. അതിനായിട്ട് നാം നമ്മെ തന്നെ ഒരുക്കുക. ദൈവത്തോട് ചേർന്ന് അവൻ്റെ ഹിതപ്രകാരം ജീവിക്കുമ്പോഴാണ് കർത്താവിന് നമ്മെ ഉപയോഗിക്കാൻ സാധിക്കുന്നത്. അല്ലാതെ നമ്മുടെ ജ്ഞാനമോ നമ്മുടെ പ്രതാപമോ നമ്മുടെ വാക്ചാതുര്യമോ ഒന്നും കർത്താവിന് ആവശ്യമില്ല. വിക്കനായ മോശയെ കർത്താവിന് ഉപയോഗിക്കാമെങ്കിൽ നമ്മെപ്പോലെയുള്ള സാധാരണ വ്യക്തികൾ നമ്മെ തന്നെ സമർപ്പിച്ചാൽ ദൈവത്തിന് നമ്മെ ഉപയോഗിക്കുവാൻ സാധിക്കും. കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട്, കർത്താവിൻ്റെ തേജസ്സിനോടൊപ്പം നാം തേജസ് പ്രാപിക്കത്തക്കവണ്ണം നമ്മെ തന്നെ ഒരുക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും കർത്താവിന് സ്തോത്രം.